ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ഓണം. നിങ്ങളുടെ എന്തൊക്കെയാണ് ഓണമായിട്ട് പരിപാടി? നമ്മുടെ ഇവിടെ കുറച്ച് കുക്കിംഗ് പായസം കൂടിയൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ടാണ് ഇവിടുത്തെ ഓണം സെലിബ്രേഷനൊക്കെ. സോ ഇപ്പം ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. രാവിലെ ഉച്ചയായി. ഇതാണ് എൻ്റെ ഓണക്കോടി. ഓണക്കോടിയൊന്നും ഇല്ല. ഓണക്കോടി എൻ്റെ ഐഫോണാണ് എൻ്റെ ഓണം സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് വലിയ ഓണക്കോടിയൊന്നും ഇല്ല. ഇത് പിന്നെ ഞാൻ പണ്ട് എപ്പോഴും വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു പുതിയ ഉടുപ്പാണെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. പക്ഷെ ഓണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയൊന്നുമല്ല. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ അങ്കിൾസിൻ്റെ വക ഒരു ഓണപ്പന്തേറ് കളിയുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ റോഡിൽ അവരിങ്ങനെ ഒരു ഓണപ്പന്ത് കളി സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ അച്ഛനും മണികണ്ഠനും എല്ലാവരും ഇവിടുത്തെ നാട്ടിലുള്ള കുറേ മാമന്മാരും കൊച്ചുപിള്ളേരും എല്ലാവരും അവരുടെ ഒരു ഓണം സെലിബ്രേഷനാണ് ഈ കാണുന്നത്. രാവിലെ മാത്രമേ ഇതുള്ളൂ. ഉച്ചയ്ക്കൊന്നും പിന്നെ അവരെ കാണാനൊന്നും കിട്ടില്ല. വീട്ടിൽ പിന്നെ നമ്മൾ ഓണസദ്യയുടെ പ്രിപ്പറേഷൻസിലാണ്. നമ്മളല്ല, അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് ചളിയൊക്കെ അടിച്ച് അമ്മയ്ക്ക് ഒരു മോറൽ സപ്പോർട്ടായിട്ട് ഇവിടെ തന്നെ കുത്തിയിരിക്കും. എന്ത് പൈസയാണമ്മേ? എന്ത് പൈസ? ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലിട്ട് അത്തപ്പൂക്കളം. കൊള്ളാല്ലേ? ഹായ് ഗൈസ്, നമ്മൾ ഓണസദ്യ കഴിക്കാനിരിക്കുകയാണ്. കണ്ടില്ല, ഇത്രയും കറികളൊക്കെ ഉള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണസദ്യ ആയിരുന്നു. പായസവും ബോളിയും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സദ്യ. നമ്മുടെ ഓണമായിട്ട് കസിൻസ് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളിനി ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് മുകളിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. തെച്ചു കണ്ടോ, ഒരുങ്ങി സുന്ദരി കുട്ടിയുടെ വന്നിരിക്കുകയാണ്. ഇതാണ് അഭിനവ്. ഹായ് പറയൂ. അച്ചാമ്മയുണ്ട് ഇവിടെ. അച്ചാമ്മ ഹായ് പറയൂ. ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഒരു ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്രൈറ്റൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന നാട്ടിലൊരു ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുടയൊക്കെ പിടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ഓണം സെലിബ്രേഷന് മഴ ആയതുകൊണ്ട് ഇവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ലക്കി ഡ്രോയറിൽ നമുക്ക് പ്രൈസ് ഒന്നും അടിച്ചില്ല. ഒരുപാട് ഗെയിംസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബോയ്സിൻ്റെ വീൽ ചെയർ അല്ലല്ലോ, ഇത് എന്താ പറയുന്നത്, മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആയിരുന്നു. അടുത്ത ഗേൾസിൻ്റെ മ്യൂസിക്കൽ ചെയർ ഉണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണുക. ക്ഷീണമായി തീരാൻ പാടില്ലാണ്. വളരെ സാവധാനം ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കഥയെ ഓർമ്മിക്കുന്നത് ഗായ്സ്, ഞാൻ തോറ്റുപോയി ഗായ്സ്. അഭിമാനമായ അപ്പൂസിന്റെ ചേച്ചി മത്സരിക്കുന്നുണ്ട്. എല്ലാവരും കൈയടിച്ചു അങ്ങനെ രായപ്പിന്റെ മമ്മി അപ്പൂസിന്റെ ചേച്ചി വിട്ടുകൊടുക്കാൻ പാടില്ല. മത്സരം അങ്ങനെ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എല്ലാരും കൈയടിക്കും. എല്ലാരും ഓഫായിരിക്കുക. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കൈയടി പോരാ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പയ്യന്മാരുടെ രീതിയിലും ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കൈയടിയാണ് മത്സരത്തിലെ വിജയം. പ്രോത്സാഹിപ്പിക്കുന്നതാണ്. മത്സരമാണ്. എത്രയാണ് ആദ്യം കുട്ടികൾ ആദ്യം ചെയ്യാണ്. എല്ലാവരും മൗനമായിരിക്കാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും കഴിഞ്ഞു. ഫസ്റ്റ് പ്രൈസ് കിച്ച് കൊണ്ടുപോയിരിക്കുന്നു. സെക്കൻഡ് പ്രൈസ് ആരാണ്?
തമ്മിലുള്ള അതിവാശിയേറിയ കഴുത്തിൽ പോൽ ചാട്ടം. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. രണ്ട് സൈഡിൽ നിന്നും പ്രോത്സാഹനമില്ല, രണ്ടാൾക്കാരെയും പ്രോത്സാഹിപ്പിക്കും, മത്സരിച്ച് വിജയിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത് തുമ്പിതുള്ളലാണ്. അപ്പൊ നിങ്ങൾക്ക് തുമ്പിതുള്ളൽ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കാണാം. തുമ്പിതുള്ളാൻ വേണ്ടിയിട്ട് തുമ്പി റെഡിയാവുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ. മുത്താരമ്മൻ ഭാവയ്ക്കാ രണ്ടാങ്കടപ്പുറമാകെ രണ്ടര വട്ടി പാവയ്ക്കാ മുത്താരമ്മൻ ഭാവയ്ക്കാ എന്റെ തുമ്പേ തുമ്പിയും മക്കളും പോയി കടപ്പുറം തുമ്പിത്തുള്ള രണ്ടാം തുമ്പിയും മക്കളും പോയി കടപ്പുറം തുമ്പിത്തുള്ള ഹായ് ഗൈസ്, അങ്ങനെ ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ഓണം ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ കട്ട് ചെയ്ത. ഓക്കെ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്.